ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഒരു അവിശ്വാസിയോട് സുവിശേഷം അറിയിച്ച് എത്ര ദിവസങ്ങളായി? എനിക്കറിയാം, ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങനെ പറയും, ഞാനൊരു സുവിശേഷകൻ അല്ല, ഞാനൊരു ശുശ്രൂഷകനല്ല, ഞാനൊരു ഇവാഞ്ചലിസ്റ്റ് അഥവാ മിഷണറി അല്ല എന്ന്. എന്നാൽ കർത്താവ് സുവിശേഷം അറിയിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് മിഷണറീസും ഇവാഞ്ചലിസ്റ്റ് അഥവാ ശുശ്രൂഷകന്മാർക്ക് മാത്രമാണോ? വാസ്തവമായി കർത്താവ് സുവിശേഷം പ്രസംഗിക്കുവാനും മറ്റുള്ളവരോട് അറിയിപ്പാനും ആർക്കാണ് കൽപ്പിച്ചിട്ടുള്ളത്? ഇതിനെക്കുറിച്ച് ദൈവവചനം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിനുവേണ്ടി മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൽ 14-ഉം 15-ഉം നമുക്ക് വായിക്കാം. പിന്നത്തേതിൽ 11 ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായകയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. ഈ വചനത്തിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും, കർത്താവായ യേശു ക്രിസ്തു ആദ്യമായിട്ട് ഈ കൽപ്പന നൽകിയത് തന്നുടെ 11 ശിഷ്യന്മാർക്ക്, 11 അപ്പോസ്തലന്മാർക്കാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മരണം പുനരുത്ഥാനത്തിൻ്റെ ശേഷം തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് തൻ്റെ 11 അപ്പോസ്തലന്മാർക്ക് ഈ മഹാനിയോഗം നൽകി. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി ലോകത്തിൻ്റെ എല്ലാ ദേശങ്ങളിലും എല്ലാ ജനങ്ങൾക്കും സുവിശേഷം പ്രസംഗിച്ച് കേൾപ്പിക്കുക. എന്നാൽ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പോസ്തലന്മാർ മാത്രമല്ല സുവിശേഷത്തെ പ്രസംഗിച്ചത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ നമുക്ക് ശ്രദ്ധിച്ചു കാണുവാൻ കഴിയുന്നത് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം, അതല്ലാതെ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ വരവിന് ശേഷം അപ്പോസ്തലന്മാർ സുവിശേഷം പ്രസംഗിപ്പാൻ തുടങ്ങി. എന്നാൽ അവർ മാത്രമല്ല പ്രസംഗിച്ചത്, സാധാരണക്കാരായ വിശ്വാസികൾ കൂടി സുവിശേഷം പ്രസംഗിച്ചു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ വളരെ സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനുവേണ്ടി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ ചില വചനങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാമത്തെ അധ്യായം അതിൽ 1-ാമത്തെ വാക്യം, അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫനോസിൻ്റെ മരണത്തിന് തൊട്ട് ശേഷം യെരൂശലേമിലെ സഭയ്ക്ക് വലിയൊരു ഉപദ്രവം നേരിട്ടു. നമുക്കറിയാം, യെരൂശലേമിലാണ് സഭ തുടങ്ങിയത്. എന്നാൽ ഈ ഉപദ്രവം നേരിട്ടപ്പോൾ ദൈവവചനം പറയുന്നത് അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഈ ചിതറിപ്പോയവരാണ് 4-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവർ വചനത്തെ പ്രസംഗിച്ചു. എന്നാൽ ഇവരിൽ അപ്പോസ്തലന്മാർ ഇല്ലായിരുന്നു. നമ്മൾ 1-ാമത്തെ വാക്യത്തിൽ തന്നെ വായിച്ചത് അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും. അപ്പോൾ അപ്പോസ്തലന്മാർ ആ സമയത്ത് യെരൂശലേമിൽ തന്നെ ഉണ്ട്. എന്നാൽ അപ്പോസ്തലന്മാർ ഒഴികെ ഉണ്ടായിരുന്ന സാധാരണ വിശ്വാസികൾ അവർ ചിതറിപ്പോയപ്പോൾ അവർ എവിടെയെല്ലാം ചിതറിപ്പോയോ അവിടെയെല്ലാം സുവിശേഷത്തെ പ്രസംഗിച്ചു. 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടിവിടെ സഞ്ചരിച്ചു. ഈ വാക്യത്തിൽ സുവിശേഷത്തെ പ്രസംഗിച്ചവർ അവർ ശുശ്രൂഷകന്മാർ ആയിരുന്നില്ല, അപ്പോസ്തലന്മാർ ആയിരുന്നില്ല, മിഷണറീസ് അഥവാ ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നില്ല, സാധാരണമായ വിശ്വാസികളായിരുന്നു. എന്നാലും അവർ സുവിശേഷത്തെ പ്രസംഗിച്ചു എന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ മാത്രമല്ലാതെ 11-ാമത്തെ അധ്യായത്തിലും
19 മുതൽ 21 വാക്യം വരെ വായിക്കാം. സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നീക്യ, കുപ്രോസ്, അന്ത്യാക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസ്കാരും കുരേനക്കാരും ആയിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. ഈ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് സ്തെഫനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ 8 അധ്യായത്തിൽ നമ്മൾ കണ്ടു. അവർ യഹൂദിയയിലും ശമരിയയിലും ചിതറിപ്പോയി. എന്നാൽ ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവർ യഹൂദിയയിലും ശമരിയയിലും മാത്രമല്ലാതെ ഫൊയ്നീക്യ, കുപ്രോസും അന്താക്യ എന്നീ പ്രദേശങ്ങളിലും അവർ ചിതറിപ്പോയി സഞ്ചരിച്ച് അവിടെ എല്ലായിടത്തും സുവിശേഷം അവർ പ്രസംഗിച്ചു. അവരിൽ ചിലർ യഹൂദന്മാർക്ക് മാത്രം സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവരിൽ 20 വാക്യം പറയുന്നത് അവരിൽ ചിലർ കുപ്രോസ്കാരും കുരേനക്കാരും ആയിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവ് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അവർ അന്യജാതികൾക്കും സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അതുമാത്രമല്ലാതെ ഈ സാധാരണ വിശ്വാസികൾ ഈ സുവിശേഷീകരണം നടത്തുമ്പോൾ അവരുടെ കൂടെ കർത്താവ് ഇരുന്ന് അവരുടെ വേലയെ സഫലമാക്കുന്നതും നമുക്ക് ഈ വചനത്തിൽ കാണുവാൻ കഴിയുന്നു. 21 വാക്യം പറയുന്നത് കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. അപ്പോൾ അവർ പ്രസംഗിച്ചത് മാത്രമല്ല, അവരുടെ പ്രസംഗം മൂലം അനേകർ രക്ഷിക്കപ്പെട്ട് കർത്താവിങ്കിലേക്ക് തിരിയുന്നതായും നമുക്ക് ഇവിടെ വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇതേ സന്ദർഭത്തിൽ സ്തെഫാനോസിനും ഫിലിപ്പോസിനും നമുക്ക് ഓർക്കുവാൻ കഴിയുന്നു. സ്തെഫാനോസും ഫിലിപ്പോസിനെയും കുറിച്ച് നമുക്ക് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അതിൽ 6 അധ്യായം, 7 അധ്യായം, 8 അധ്യായങ്ങളിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവരുടെ സുവിശേഷീകരണത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. 6 അധ്യായത്തിൻ്റെ 2 വാക്യം നമുക്ക് വായിക്കാം. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ഈ വാക്യത്തിൽ അപ്പോസ്തലന്മാർ പറയുന്നത് നമ്മൾ ദൈവവചനത്തെ പ്രസംഗിക്കുന്നത് വിട്ട് നമ്മൾ മേശകളിൽ ശുശ്രൂഷിക്കുന്നത് യോഗ്യമല്ല. അതുകൊണ്ട് അവർ മേശകളിൽ ശുശ്രൂഷിക്കുവാൻ ഈ വേലയ്ക്ക് വേണ്ടി 7 പുരുഷന്മാരെ നിയോഗിക്കുന്നതായി നമുക്ക് ഈ അധ്യായത്തിൽ തന്നെ കാണുവാൻ കഴിയുന്നു. ആ 7 പുരുഷന്മാരിൽ 2 പേരായിരുന്നു സ്തെഫാനോസും ഫിലിപ്പോസും. ഇവർ വിശ്വാസികളായിരുന്നു, സാധാരണ വിശ്വാസികളാണ്. മിഷണറീസ് അഥവാ ഇവാഞ്ചലിസ്റ്റ് അല്ല, ശുശ്രൂഷകന്മാരല്ല. എന്നാൽ പോലും അവരും സുവിശേഷീകരണത്തിന് വേണ്ടി മുമ്പോട്ട് വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ വേലയ്ക്ക് വേണ്ടി അല്ലായിരുന്നു. അവർ തിരഞ്ഞെടുക്കപ്പെട്ടത്, അവർ നിയോഗിക്കപ്പെട്ടത് മേശകളിൽ ശുശ്രൂഷിക്കാനായിരുന്നു. അവർ ദൈവവചനത്തെ പ്രസംഗിക്കുവാൻ ആയിരുന്നില്ല അവർ നിയോഗിക്കപ്പെട്ടതും തിരഞ്ഞെടുക്കപ്പെട്ടതും. അതുമാത്രമല്ലാതെ സ്തെഫാനോസിനോ ഫിലിപ്പോസിനോ അതല്ലാതെ ഈ 7 പുരുഷന്മാർക്കോ യെരൂശലേമിലെ സഭയിൽ ഉണ്ടായിരുന്ന വിശ്വാസികളിൽ ആർക്കെങ്കിലും അപ്പോസ്തലന്മാർ നിങ്ങളും സുവിശേഷം പ്രസംഗിക്കണം എന്ന് കൽപ്പിക്കുന്നതായി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിൽ എവിടെയും നമുക്ക് വായിച്ച് കാണുവാൻ കഴിയുന്നതല്ല. എങ്കിലും സാധാരണ വിശ്വാസികൾ എല്ലാവരും സുവിശേഷീകരണത്തിൽ മുമ്പോട്ട് പോകുമായിരുന്നു. അവർ സുവിശേഷത്തെ പ്രസംഗിക്കുമായിരുന്നു എന്ന് നമുക്ക് സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നതാണ്. ആ ഒരു സന്ദർഭത്തിൽ സ്തെഫാനോസിനും ഫിലിപ്പോസിനും നമ്മൾ കാണുകയാണ്. സ്തെഫാനോസ് സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായി. ഫിലിപ്പോസ് മുഖാന്തരമാണ് ശമരിയയിൽ വലിയൊരു ദൈവപ്രവൃത്തി തുടങ്ങിയത്. അതുമാത്രമല്ലാതെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് തന്നെ ഒരു സംഭവം ഓർമ്മയിൽ വരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4 അധ്യായം
അതിൽ 28 മുതൽ 30 വരെ. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമിൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ശമര്യക്കാർത്തിയായ സ്ത്രീയുടെ കുറിച്ചാണ്. ഈ സ്ത്രീയോട് കർത്താവ് ഒരിക്കലും നീ ഇങ്ങനെ നിന്റെ പട്ടണത്തിൽ ചെന്ന് അവിടെയുള്ള ജനങ്ങളോട് എൻ്റെ കുറിച്ച് പറയുക, ഞാൻ ക്രിസ്തുവാണ് എന്ന് അറിയിക്കുക എന്ന് ഒരിക്കലും കർത്താവ് കൽപ്പിച്ചിട്ടില്ലായിരുന്നു. എന്നാലും അവൾ തൻ്റെ സ്വന്തം മനസ്സാൽ തൻ്റെ പട്ടണത്തിൽ ചെന്ന് തൻ്റെ ജനത്തോട് ക്രിസ്തുവിനെ കുറിച്ച് അറിയിച്ചു. ഇതിൽ നിന്ന് പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. നമ്മൾ വാസ്തവമായി കർത്താവിനെ കണ്ടുമുട്ടിയാൽ, കർത്താവിനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ, ആ തിരിച്ചറിവിൻ മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടാൽ, കർത്താവിനോട് നമുക്കൊരു ബന്ധം സ്ഥാപിക്കുവാൻ കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും മറ്റുള്ളവരോട് ഈ സന്ദേശത്തെ അറിയിക്കുവാനായിട്ടുള്ളൊരു മനസ്സ് നമ്മിൽ ഉണ്ടാകുവാൻ ഇടയാകും. മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കണമെന്ന് പറയുമ്പോൾ അത് നിർബന്ധമായിട്ട് ചെയ്യിപ്പിക്കേണ്ട ഒരു വേലയല്ല. നമുക്ക് സ്വയമേ നമ്മുടെ ഉള്ളിൽ ഒരു മനസ്സ് വരും, നമുക്ക് ഈ സന്ദേശം മറ്റുള്ളവരോട് കൂടെ പങ്കിടണം, അവരും രക്ഷിക്കപ്പെടണം, അവർക്കും രക്ഷയുടെ ആവശ്യമുണ്ട്, ഞാൻ മാത്രം രക്ഷിക്കപ്പെടുന്നത് പോരാ, അവരും രക്ഷിക്കപ്പെടണം, ഈ സന്ദേശത്തെ അവരോട് ഞാൻ പങ്കിട്ടേ മതിയാവൂ. അപ്പോൾ നമ്മൾ വചനത്തിൽ നിന്ന് കണ്ടതുപോലെ കർത്താവ് സുവിശേഷം അറിയിക്കാനായിട്ട് കൽപ്പിച്ചത് അപ്പോസ്തലന്മാരെ തന്നെയാണ്. എന്നാൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിലും ഈ ഒരു സംഭവത്തിലും നമ്മൾ കാണുന്നത് ശുശ്രൂഷകന്മാർ മാത്രമല്ല, വേലക്കാർ മാത്രമല്ല, സാധാരണക്കാരായ വിശ്വാസികളും ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തെ മറ്റുള്ളവരോട് പങ്കിടാൻ കടപ്പെട്ടവരാണ്. അതുമാത്രമല്ലാതെ വചനം പറയുന്നത് കർത്താവിൻ്റെ സഭ ഈ ലോകത്തിൽ ഇരിക്കുമ്പോൾ ഈ ലോകത്തിന് വെളിച്ചവും ഈ ഭൂമിക്ക് ഉപ്പായും ഇരിക്കുന്നു. ആ സന്ദർഭത്തിൽ വചനം പറയുന്നത് നമ്മുടെ നല്ല പ്രവൃത്തികളെ ജനങ്ങൾ കണ്ട് അവർ നമ്മുടെ പിതാവായ ദൈവത്തിന് മഹത്വം കരട്ടേണം. അപ്പോൾ കർത്താവ് സഭയ്ക്ക് ഏതൊക്കെ നല്ല പ്രവൃത്തികൾ കൊടുത്തിട്ടുണ്ടോ ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാൻ, അവയിലൊക്കെയും ഏറ്റവും പ്രധാനപ്പെട്ട നല്ല പ്രവൃത്തി ഇതാണ്, നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കണം. എന്തിനെന്ന് ചോദിച്ചാൽ എല്ലാവരും തന്നെ ദൈവത്തിൻ്റെ മുൻപാകെ പാപികളായി നിൽക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ മുൻപാകെ നിത്യ നരകം കാത്തിരിക്കുന്നു. ആ നരകത്തിൽ നിന്ന് അവർക്ക് രക്ഷ ആവശ്യമാണ്, അവർക്ക് വീണ്ടെടുപ്പ് ആവശ്യമാണ്. ആ വീണ്ടെടുപ്പും രക്ഷയും സാധ്യം ആകുന്നത് സുവിശേഷം മൂലം മാത്രമാണ്. സുവിശേഷം കൂടാതെ മനുഷ്യൻ്റെ രക്ഷ, മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് അസാധ്യമാണ്. അതുകൊണ്ട് സുവിശേഷം നമ്മൾ മറ്റുള്ളവരോട് അറിയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നല്ല പ്രവൃത്തിയാണ്, നമ്മുടെ ഏറ്റവും ഗൗരവമുള്ള കടമയാണ്. എന്നാൽ ഇങ്ങനെ നമ്മൾ സുവിശേഷത്തെ അറിയിക്കുമ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി സാക്ഷികളായി നിൽക്കുന്നു എന്നും കർത്താവിൻ്റെ വചനം നമ്മോട് അറിയിക്കുന്നു. അതിനുവേണ്ടി അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു. ഇവിടെ വചനം പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷത്തെ അറിയിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച് അറിഞ്ഞേ മതിയാകുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് നമ്മൾ സാക്ഷികളായി നിൽക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ സുവിശേഷം മൂലം രക്ഷ പ്രാപിച്ചാൽ മാത്രമേ കർത്താവിന് വേണ്ടി സാക്ഷികളായി നിൽക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവദൂതന്മാരും സുവിശേഷത്തെ അറിയിക്കാൻ അവർക്ക് അധികാരമില്ലാത്തത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നു. അവിടെ ഒരു ദൂതൻ കൊർന്നേലിയസിനെ പ്രത്യക്ഷനാകുന്നു. എന്നാൽ ആ ദൂതൻ കൊർന്നേലിയസിനെ സുവിശേഷത്തെ അറിയിക്കുന്നില്ല. അതിന് പകരം നീ പത്രോസിനെ വിളിച്ച് വരുത്തുക, അവൻ വന്ന് നിനക്ക് രക്ഷയുടെ മാർഗത്തെ പറഞ്ഞു തരുമെന്ന് പറയുന്നു.
ഇതിന് ഒരു പ്രധാനമായ ഒരു കാരണം ദൂതന്മാർ സാക്ഷികളല്ല. എന്തിനെന്ന് ചോദിച്ചാൽ അവർ സുവിശേഷം മൂലം രക്ഷിക്കപ്പെട്ടവരല്ല, അവർ കർത്താവ് യേശു ക്രിസ്തുവിൻ മൂലം രക്ഷിക്കപ്പെട്ടവരല്ല. എന്നാൽ നിങ്ങളും ഞാനുമാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം മൂലം, വിശ്വാസം മൂലം നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് നമുക്ക് മാത്രമാണ് കർത്താവിന് വേണ്ടി സാക്ഷികളാകുവാൻ അധികാരമുള്ളത്. അതുകൂടാതെ ഇത് പറയുന്നതിൽ ആവശ്യവുമില്ല, അവിശ്വാസികൾ കർത്താവിന് വേണ്ടി സാക്ഷികളാകുവാൻ സാധ്യമല്ല. എന്തിനെന്ന് ചോദിച്ചാൽ അവർ ഇതുവരെ സുവിശേഷം മൂലം രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അവരും സുവിശേഷം മൂലം രക്ഷിക്കപ്പെട്ട ശേഷം അവരും കർത്താവിന് വേണ്ടി സാക്ഷികളാകുവാൻ കഴിയും. അതിനുവേണ്ടി കർത്താവ് അവർക്ക് അധികാരം നൽകും. അതുകൊണ്ട് നമ്മൾ സുവിശേഷത്തെ നമ്മൾ മറ്റുള്ളവരോട് അറിയിക്കണമെന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ കണ്ടത് അത് നമ്മുടെ കടമയാണ്. കർത്താവ് നമുക്ക് കൽപ്പന നൽകിയിട്ടുണ്ട്. നമ്മൾ എല്ലാവർക്കും ഒരു കൽപ്പനയുണ്ട്, നമ്മൾ സുവിശേഷം പ്രസംഗിക്കണം. അതുമാത്രമല്ലാതെ ഈ വേലയ്ക്ക് വേണ്ടി കർത്താവ് സ്വർഗീയമായ ദൈവികമായ ഒരു അധികാരവും നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഈ വേല വലിയൊരു സൗഭാഗ്യമാണ്, വലിയൊരു പദവിയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ ദൈവദൂതന്മാർക്കും ഈ വേല ചെയ്യുവാൻ അധികാരമില്ല. അതുകൂടാതെ ഈ ലോകത്തിൽ സഭയ്ക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ നല്ല പ്രവൃത്തികളിലും ഏറ്റവും പ്രധാനപ്പെട്ട നല്ല പ്രവൃത്തിയാണ് സുവിശേഷീകരണം, മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുന്നത്. അതുകൂടാതെ സുവിശേഷം നമ്മൾ മറ്റുള്ളവരോട് അറിയിക്കുമ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി സാക്ഷികളായി നിൽക്കുകയാണ്. നമ്മൾ കർത്താവിനെ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചവരാണ്. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ സുവിശേഷം മൂലം രക്ഷ പ്രാപിച്ചവരാണ്. എന്നാൽ ഈ വേലയെ ചെയ്യേണ്ടത് നിർബന്ധത്താലല്ല, നമ്മുടെ സ്വന്തം മനസ്സാൽ മനഃപൂർവകമായി നമ്മൾ ഈ വേലയിൽ മുമ്പോട്ട് പോകണം. അതിനുവേണ്ടി കർത്താവ് ഈ സന്ദേശം മൂലം നിങ്ങൾ ഏവർക്കും പ്രേരണ നൽകട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളിൽ ഏവർക്കും ഉത്സാഹത്തോടെ തീക്ഷ്ണതയോടെ വിശ്വസ്തരായി ഈ വേലയിൽ മുമ്പോട്ട് പോകുവാൻ സഹായിക്കുമാറാകട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളിൽ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.